നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം മഷ്റൂം, 2.5 കപ്പ് പാല്, 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ 3.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വാടി വരുന്ന സമയം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഷ്റൂം നന്നായിട്ട് വാടി വരുന്ന സമയം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കും. ഇപ്പോൾ മഷ്റൂം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മഷ്റൂം ഞാൻ ഇതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള പാലും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇത് അടുപ്പത്തേക്ക് വെച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പ് ഇവിടെ നല്ലപോലെ തെളിച്ച് നല്ല പാകത്തിന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ സൂപ്പ് തണുത്ത് വരുന്നതിനനുസരിച്ച് ഒന്നുകൂടി കുറുകി വരും.